ഇന്ന് നമ്മുടെ ദിലീപേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നുണ്ട്, പുതിയ സിനിമയുടെ ആ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട്. അപ്പൊ രാവിലെ 9 മണിക്ക് തന്നെ പ്രസ് മീറ്റിനായിട്ട് ചോദ്യങ്ങൾ തയ്യാറാക്കാൻ ബിഗ് ബോസ് എല്ലാവരോടും പറഞ്ഞു, ആ ഒരു ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി. ഇത് ഡിഫേർഡ് ലൈവ് സമയം 9 മണി നേരത്താണ് ബിഗ് ബോസ് എല്ലാവരോടുമായിട്ട് ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പം മുതലേ എല്ലാവരും ഈ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നതിന്റെ ആ ഒരു തിരക്കിലായിരുന്നു. ഇത്രയും നേരത്തെ ഒരു ടാസ്കും ബിഗ് ബോസ് അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് ഓർക്കണം. ലൈവ് കാണുന്നവർക്കറിയാം, ഈ സമയത്ത് കിച്ചൺ ടീം മാത്രം കിച്ചണിൽ നിന്ന് ഫുഡ് ഉണ്ടാക്കി എല്ലാവരും ഊട്ടണം എന്ന് പറയുന്നത് ന്യായമായിട്ടുള്ള ഒരു കാര്യമല്ല. അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി നിന്ന് ഫുഡ് ഉണ്ടാക്കി ആ ഒരു പരിപാടി എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളൊരു കാര്യമാണ്. കാരണം ഗസ്റ്റ് വരുന്നുണ്ട്, അത് എല്ലാവരും ഊഹിച്ചെടുത്തിട്ടുമുണ്ട് ദിലീപേട്ടൻ വരും എന്നുള്ളൊരു കാര്യം. പിന്നെ പവർ ടീമും ക്യാപ്റ്റനും ഒക്കെ മുകളിലാണ് ബിഗ് ബോസ്. പുള്ളി തീരുമാനിക്കും ഇവരെന്ത് വേണം, ഏത് സമയത്ത് വേണം എന്നുള്ളത്. എന്നിട്ടിപ്പോ ലൈവിൽ ഇത് പറഞ്ഞൊരു കൂട്ടത്തിൽ ഉണ്ടാവുന്നുണ്ട്. ശരണ്യയും ജിൻഡോയും പിന്നെ ആൻസിബയും ജാസ്മിനും ഒക്കെ തമ്മില്, ഗബ്രിയും അപ്സരയും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട്. പിന്നെ അഭിഷേകയും ജാസ്മിനും തമ്മിൽ ഒരു തർക്കം ഉണ്ടാകുന്നുണ്ട്. ഒരു ചെറിയ കാര്യം കിട്ടി എല്ലാവരും സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്നതിന്റെ ആ ഒരു ഇതിലായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ജാസ്മിൻ പണിയെടുക്കുന്നില്ല എന്ന് പൊതുവെ ഒരു പരാതിയുണ്ട് കഴിഞ്ഞ ആഴ്ച മുതലേ. അതിന്റെ പേരിലാണ് കിച്ചൺ ടീം ഇപ്പൊ പഴി കേൾക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ പോയിന്റ് ജയദീപ് എടുത്തിരുന്നു. അൻസിബ ഒറ്റയ്ക്കാണ് ഈ കിച്ചണിൽ പണിയെടുക്കുന്നത്, ജിൻഡോയും ജാസ്മിനും കിച്ചണിൽ ഇൻവോൾവ്മെന്റ് കുറവാണ് എന്നൊക്കെ പറയുന്നുണ്ട് ജയദീപ്. അപ്പോ അപ്സരയ്ക്ക് ഇപ്പൊ തന്നെ ഫുഡ് വേണമെന്നാണ് പറയുന്നത്. ആകെ വിശന്ന് വട്ടായിട്ടിരിക്കുവാണെന്ന് തോന്നുന്നു. പിന്നെ പവർ ടീമും കിച്ചൺ ടീമും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് രാവിലെ ഈ ഒരു വഴക്കിന് കാരണം. ഇങ്ങനെയുള്ള നിസ്സാര വഴക്കുണ്ടാവുന്നത് ബിഗ് ബോസിന് തടയാമായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്താൽ തീരുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അതാണ് ഈ 11:30 ബ്രേക്ക്ഫാസ്റ്റിന്റെ പേരിൽ ഒരു കൂട്ടത്തിൽ ഉണ്ടാവാൻ കാരണം. പിന്നെ ശ്രീതു, റസ്മിൻ, ഋഷി, ഗബ്രി അങ്ങനെ എല്ലാവരും ഈ ഒരു വഴക്കിൽ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അതാണ് ഇത്രയും വലിയൊരു ബഹളം ഉണ്ടാവാൻ കാരണം ലൈവില്. ഈ ലൈവില് ഭയങ്കര ബഹളമാണ്, ചെവി അടിച്ചു പോകുന്ന പോലത്തെ ബഹളമാണ്. ഒരു കാര്യമില്ല, ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കൊടുത്തില്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടാണ്. വിശന്ന് വട്ടായിട്ട് നിൽക്കുകയാണ് എല്ലാവരും. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.